Ready? கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. அப்போ நானும் மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കൺമണി അൻപോട് കാതലൻ എന്ന സോങ്ങാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഗുണ എന്ന മൂവിയിലൂടെ നമ്മൾ പരിചയപ്പെട്ട് ഒരുപാട് ആസ്വദിച്ച നല്ലൊരു ഹിറ്റായിട്ടുള്ളൊരു സോങ് തന്നെയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മഞ്ഞുമൽ ബോയ്സിലൂടെ നമുക്ക് വീണ്ടും അത് ആസ്വദിക്കാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ഒരു മാസം മുമ്പൊക്കെയാണ് ഈ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി എല്ലാവരും ഒന്നുകൂടി ആസ്വദിച്ചേനെ, അതുപോലെ തന്നെ ഒരു ട്രെൻഡിങ് വീഡിയോ ആയിട്ട് നിന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സമയപരിമിതി മൂലം കുറച്ച് വൈകിക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നിങ്ങളിത് ഇപ്പോഴും അത് ആസ്വദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ സോങ് ഇഷ്ടമാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അത് ഇപ്പോഴല്ല, ഇനിയും കാലങ്ങളോളം ഇത് ആസ്വദിക്കും, പലരും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ വൈകിയാലും വീഡിയോ ചെയ്യുന്നത്. പിന്നെ പതിവ് പോലെ എനിക്ക് പറയാനുള്ളത്, കൂപ്പൺ കോഡ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്കോറ് ഫ്രീ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ കൂപ്പൺ കോഡ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. അപ്പോൾ നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന കൺമണി അൻപോട് കാതല എന്ന സോങ്ങിൻ്റെ അനുപല്ലവി മുതലാണ് നമ്മൾ നമ്മുടെ ട്യൂട്ടോറിയലിട്ട് കൊടുക്കുന്നത് കേട്ടോ. അനുപല്ലവിന്ന് പ്ലേ ചെയ്ത് ലാസ്റ്റ് പല്ലവിയിൽ അവസാനിക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള മൂവിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡിലാണ് പാടിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് ആൾക്കാർ പ്ലേ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്, അത് കേൾക്കാൻ കുറച്ചുകൂടെ സുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനുപല്ലവി എന്നാണ് വായിച്ചു പോകുന്നത്. പിന്നെ ഇതിൻ്റെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഡി മേജർ സ്കെയിലാണ് ഒറിജിനൽ സോങ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ പഠിക്കുന്നതും ഡി മേജർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ താളത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 6/8 താളം, അതായത് ഒരു ബാറിൽ തക്കിട്ട ഈ രീതിയിലാണ് എൻ്റെ താളം പോകുന്നത് കേട്ടോ, 6/8. പിന്നെ ഡി മേജർ എന്ന് പറയുമ്പോൾ 2 ഷാർപ്പാണ് ഇതിനകത്ത് ഉണ്ടാകുക, എഫ് ഷാർപ്പ്, സി ഷാർപ്പ്. ഇത് കൂടാതെ ഇതിനകത്ത് ആക്സിഡൻറ്റ് നോട്ടായിട്ട് വരുന്നത് ജി ഷാർപ്പ് എന്നുള്ളൊരു നോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ എ ഷാർപ്പും കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ നോട്ടുകൾ വരുന്ന ഭാഗം എത്തുമ്പോൾ ഞാൻ പ്രത്യേകം പറയാം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഓക്കെ, നമുക്കിതിൻ്റെ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള ആ വരി നോക്കാം. ഇവിടെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് 2 ബാറിൽ വരുന്നത് ഡി ഡി സി ഫസ്റ്റ് ബാർ കേട്ടോ. അടുത്തത് ബി സി സി ഡി സിന്ന് ഇക്ക് ഇങ്ങനെ നീക്കി വായിക്കുക. അതുപോലെ തന്നെ ഡി ഡി സിന്ന് ഫസ്റ്റ് ബാർ വായിക്കുമ്പോൾ ഡയറക്റ്റ് ഡി വായിക്കരുത്, ഇങ്ങനെ ചെറുതായിട്ട് നീക്കി വായിക്കുക, ഇങ്ങനെ വായിക്കുക, നീക്കി വായിക്കുക കേട്ടോ. ഒന്നുകൂടി ആ 2 ബാർ വായിക്കാം. ഇനി തേർഡ് ബാർ ഡി 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 ഇക്ക് ഇങ്ങനെ നീക്കി വയ്ക്കുക. പിന്നെ സി ബി എ ജി, സി ഷാർപ്പ്, ജി നാച്ചുറൽ കേട്ടോ. ഈ ലൈനൊന്ന് ചേർത്ത് വായിക്കാം. ഇനി അടുത്ത ലൈൻ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ബാർ എഫ് ജി എ ബി, ഈ ബി എടുത്ത ഈ ബിയിൽ നമ്മൾ ജസ്റ്റ് ബാക്കിലോട്ട് നീക്കി വയ്ക്കണം കേട്ടോ, ഇങ്ങനെ നീക്കി വയ്ക്കാം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് വരുന്ന എഫ് ജി എ ബി, ബിന്ന് ലൈറ്റായിട്ട് നിൽക്കുക. പിന്നെ അടുത്ത ബാർ എ ബി സി, സി മുതൽ ലൈറ്റായിട്ട് ഇങ്ങനെ സി വായിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ബാക്കിലേക്ക് നിൽക്കുക. പിന്നെ അടുത്ത് ബി സി ഡി, ഇത്രയും വരുന്നുണ്ടോ. അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് കേട്ടോ. റിപ്പീറ്റ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വരികൾ മാറും. ആ വരി നമുക്കൊന്ന് ജസ്റ്റ് ഫസ്റ്റ് ലൈനിൽ വരുന്ന വരി നോക്കാം. റിപ്പീറ്റ് വരുമ്പോൾ അതിൻ്റെ വരികൾ മാറും. അപ്പോൾ അവിടെ എന്നക്കായം പറഞ്ഞ് നമ്മൾ ആദ്യം വായിച്ചു ഉണ്ടാന എന്ന് പറയുമ്പോൾ ഡി ഡി സി വായിച്ചു. പിന്നെ എന്നക്കായം അവിടെ വരുമ്പോൾ ചെറിയ ലിറിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഡി 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 സി എന്നാണ് കൂടെ. അപ്പോൾ ഫസ്റ്റ് വായിക്കുമ്പോൾ
ഡി ഡി സി. സെക്കൻഡ് വായിക്കുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ സെക്കൻഡ് ടൈം വായിക്കുമ്പോൾ ഡി 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 സി. ബാക്കി എല്ലാം സെയിമാണ്. അപ്പോൾ ആ 2 ലൈൻസ് ഒന്ന് ഞാൻ പ്ലേ ചെയ്യാം. ഇതിന് പകരം നമ്മൾ ബാക്കിയെല്ലാം സെയിമാണ്. ഇനി അടുത്ത ലൈൻ നോക്കാം. ഇവിടെ വായിക്കണം കേട്ടോ. ആ വരി വായിക്കുമ്പോൾ നമ്മൾ എക്ക് ഇവിടെ വായിക്കുക. എ ജി എ ഇവിടെ വായിക്കണം. ജി ഷാർപ്പ്, ജി ഇവിടെ ഇങ്ങനെ വായിക്കണം. എ ജി എ, ജി ഷാർപ്പ്, ബി എ ജി എ സെക്കൻഡ് ബാർ. ഇപ്പോൾ 2 ബാറായി. ഇനി തേർഡ് ബാർ എ എ എ ബി. ഈ ബിക്ക് നമ്മളിങ്ങനെ നീക്കുക, ബിക്ക് ഇങ്ങനെ നീക്കുക. എ എ ബി, പിന്നെ ജി ഷാർപ്പ്, ജി എ ജി എ. ഈ ലൈൻ മാത്രം ചേർത്ത് വയ്ക്കുക എയിലൂടെ. ഇനി അടുത്ത ഭാഗം നോക്കുക. ഇപ്പോൾ ഇവിടെ വായിക്കുന്നത് ഇ ഇ എഫ്, ഇ ഇ എഫ്, അഴുകൈ. ഇവിടെ ഇ ഇ എഫ് വായിച്ചിട്ട് ഇ എഫ് എന്ന് വായിച്ചിട്ട് പിന്നെ എഫ് എന്ന് എക്ക് നീക്കിയിട്ട് പിന്നെ എയിലൊരു മോഡേൺ സ്ലോ കൊടുത്തിട്ട് ജിക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടുന്ന് എഫ് തുടങ്ങിയിട്ട് ഇങ്ങനെ നീക്കുന്ന ഭാഗം തൊട്ട് 1 സൈഡ് പോലെ തന്നെ വായിക്കണം കേട്ടോ. എന്നിട്ട് ബി ലൈനൊന്ന് ചേർത്ത് വായിക്കാം. അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ 2 ലൈൻസ് ഒന്നുകൂടെ റിപ്പീറ്റേഷൻ ഉണ്ട്, വരികൾ മാത്രമേ വരുന്നുള്ളൂ, മാറുന്നുള്ളൂ. ജസ്റ്റ് ആ വരി വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. ഈ വരി തന്നെയാണ്, ഈ വരി നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇനി അപ്പോൾ അടുത്ത ലൈൻ നോക്കാം. അപ്പോൾ അടുത്ത് ഫസ്റ്റ് വരുന്നു മനിതർ ഉണർന്നു കൊള്ള. എഫ് എഫ് ബി കേട്ടോ. ബിക്ക് നമ്മളിങ്ങനെ ബിക്ക് ഇങ്ങനെ നീക്കി വായിക്കാം. അങ്ങനെ ബി എഫ് ബി 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 എ. അവിടെ സി ടച്ച് ചെയ്യുക, അങ്ങനെ വായിക്കാം. അടുത്ത് മനിത കാതലല്ല പറഞ്ഞത് തേർഡ് ബാറും ഫോർത്ത് ബാറും. പിന്നെ ഞാൻ പറഞ്ഞ എ ഷാർപ്പിക്ക് ഇങ്ങോട്ട് നീക്കി വായിക്കാം കേട്ടോ. ഈ ലൈനൊന്ന് ചേർത്തി വായിക്കാം. ഇനി അടുത്ത ലൈൻ. അവിടെ നമ്മൾ ഫസ്റ്റ് ബാർ കംപ്ലീറ്റ് ബി ആണ്. ബി 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 ബി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബിയിൽ ഇങ്ങനെ നീക്കിയിട്ട് ബി വായിച്ചിട്ട് ബി 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 ബി. അടുത്ത ബി ബിയിലും അതുപോലെ ഇങ്ങനെ നീക്കുക. മാന. പിന്നെ അടുത്തത് പുനിതമാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബി ബി സി ബി ബി സി ബി സി എന്നാണ്. അപ്പോൾ ബി ബി സി ഒരു ഗ്രേസ് നോട്ട്, ഈയിലൊരു മോഡേൺ സ്ലോ. അപ്പോൾ ചേർത്ത് വയ്ക്കുക. ഈ ലൈൻ കഴിഞ്ഞാൽ അടുത്ത അപ്പോൾ അഭിരാമിയെ എന്ന് പറഞ്ഞവിടെ എഫ് എഫ് അബി എന്ന് പറഞ്ഞ വാക്ക് ആ ഒരു പാടുന്ന ഭാഗത്ത് 2 എഫ് ഷാർപ്പ് ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. എന്നിട്ട് എഫ് ജി ജിന്ന് പിന്നെ എക്ക് ഇങ്ങോട്ട് നീക്കി വയ്ക്കുക.
എ എ എ. പിന്നെ സ്വാമിയേ നാൻ താനേ അവിടെ വരുന്ന അവിടെ ഇ ഇ എഫ് കേട്ടോ. ഇ എന്നുണ്ട് ഇ എഫ്. പിന്നെ ഇ എഫ് എന്ന് ഇങ്ങനെ നീക്കുക. സി ഷാർപ്പ്. ഇപ്പോൾ ഇത് ചേർത്ത് വായിക്കാം. ഈ പാ തെറിയുമാ. അടുത്ത വരി ഇയിൽ നിൽക്കണം കേട്ടോ. ഡി ഡി എഫ് എഫ് ഷാർപ്പ് ഇയിൽ വന്ന് നിൽക്കണം. അപ്പോൾ ഈ ഭാവം ഒന്ന് ചേർത്ത് വായിക്കാം. ഇനി അടുത്ത ലൈൻ കേൾക്കാം. சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. ഇപ്പോൾ ഇവിടെ അതേപോലെ തന്നെ എഫ് ഷാർപ്പ് ഉണ്ട്. പിന്നെ ശിവനിൽ നീ എന്ന് പറയുമ്പോൾ അടുത്ത പറയുമ്പോൾ എ എ എ എ എ അങ്ങനെ വായിക്കുക. എ എ എ എ എ. പിന്നെ പാതിയെ നമ്മൾ ഫസ്റ്റ് വായിച്ചോളെ. പിന്നെ അതും ഉനക്ക് പുരിയുമാ. അപ്പോൾ ആ ഒരു വരി ഒന്ന് ചേർത്ത് വായിക്കാം. ഇനി അടുത്ത ഭാഗം അവിടെ ഡി സി ഡി സി ശുഭ ഡി സി സി ഷാർപ്പ് കേട്ടോ. ജസ്റ്റ് എഫ് എന്ന് കണ്ടു നോക്കുക. ലാലി ലാലിയേ. വീണ്ടും അടുത്ത ഭാഗം നോക്കാം. ഇനി അടുത്ത ഭാഗം നോക്കാം. അപ്പോൾ ആ ഒരു ഭാഗം നോക്കാം. ഇവിടെ ഫസ്റ്റ് വായിച്ചത് അതേ സെയിം തന്നെ. ഇവിടുന്ന് ഇങ്ങനെ നീക്കിയെടുക്കണം കേട്ടോ. ഇനി അടുത്ത ഭാഗം. അപ്പോൾ അവിടെ ഉണക്ക് പറയുമ്പോൾ ഡി ഡി സി ഷാർപ്പ് ഡി ഡി സി ഡി ഡി എഫ് ഇ. അങ്ങനെ നോട് വായിക്കാം. ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ ഈ പാട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പാട്ടിൻ്റെ ഭാഗങ്ങൾ കേട്ട് നോക്കിയിട്ട് എവിടേക്കാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു പഠിക്കുക. ഇത്രേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പല്ലവിയും പഠിച്ചു, ലാസ്റ്റ് പല്ലവിയും പഠിച്ചു. ഈ റൂട്ടിൽ തന്നെ വായിച്ചു കഴിഞ്ഞാൽ ഈ പാട്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് വായിച്ച് പൊലിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ മനിതർ ഉണർന്നു കൊള്ള ഇത് മനിത കാതൽ അല്ല.